രാജ്യത്തിലെ 11 കോടി ജനങ്ങൾക്ക് ഈ 11 കോടി ജനങ്ങൾക്കാണ് സ്വാഭാവികമായിട്ട് ഉജ്ജൽ ഗ്യാസ് യോജന. ഈ ഉജ്ജൽ ഗ്യാസിനെ കുറിച്ച് എത്ര നിന്ദ്യമായ വാക്കിലാണ് ദീപ്തി മേരി വർഗീസ്. നോക്കൂ, ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അടുപ്പിനകത്ത് ചാണകം കത്തിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ജനതയുണ്ട്. ആ ജനതയ്ക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുമ്പോൾ 11 കോടി ജനങ്ങൾക്ക് ഗ്യാസ് കൊടുത്തപ്പോൾ ഈ ദീപ്തി മേരി വർഗീസിനൊക്കെ പുച്ഛമടക്കാനും ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള ഈ ഫ്യൂഡൽ മാടമ്പി അല്ലെങ്കിൽ ജനിച്ചു വീണത് തന്നെ വെള്ളിക്കരണ്ടി പോലെയുള്ള ആളുകൾക്ക് അത് വലിയൊരു പ്രശ്നമാവില്ല ഗ്യാസ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് സാർ. ഉത്തരേന്ത്യയിൽ ചാണകം കൊണ്ട് അടുപ്പ് കത്തിക്കുന്ന ഉജ്ജൽ ഗ്യാസ് ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ ഉത്തരവാദിത്തോടെ വിളിക്കണം എന്നാണ് ഞാൻ പോയിന്റാണ് പറഞ്ഞത്. ഞാൻ നിയമപരമായി നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല പ്രിന്റ്, ഒരു കാര്യം കൂടി, നിങ്ങൾ ഉജ്ജ്വൽ യോജന പദ്ധതി പാവപ്പെട്ടവൻ ഒരു സെക്കൻഡ്, അല്ല ദീപ്തി മേരി വർഗീസിന് അതിനുള്ള മറുപടി പറയാനുള്ള അവസരം ഞാൻ പ്രത്യേകമായി തരും. അതിന് മുമ്പ് പ്രിന്റ് ഒരു കാര്യം കൂടി ദീപ്തി ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് നിങ്ങൾ ഉജ്ജ്വൽ യോജന പ്രകാരം ആളുകൾക്ക് ഗ്യാസ് കൊടുക്കുന്നു. എത്ര പേർക്ക് ആ ഗ്യാസ് ഓരോ തവണയും റീഫിൽ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി, ബയിങ് കപ്പാസിറ്റി, വാങ്ങൽ ശേഷി ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഉജ്ജ്വൽ യോജനയുടെ കണക്ക് പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് അതിൽ എത്ര പേർ ആദ്യം കൊടുത്ത കുറ്റി രണ്ടാമത് റീഫിൽ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ കണക്ക് പറയാമോ പ്രിന്റു? സാർ, നമ്മൾ ഈ റീഫില്ലിൻ്റെ കണക്കും ഇങ്ങനെ നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ വെച്ചിട്ട് ഒരു യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത് സാർ. ഞാനൊന്ന് ചോദിക്കാം, അടുത്തത് ഞാൻ പറയാം. രണ്ടാമത്തെ സാർ, ഞാനൊരു പാവപ്പെട്ട നിങ്ങൾ ആദ്യം ഒരു ഗ്യാസ് അത് ഉപയോഗിച്ചു ഒരു മാസം കൊണ്ട് കത്തിച്ചു കഴിഞ്ഞു. രണ്ടാമത് വാങ്ങിക്കാൻ എത്ര പേർക്ക് ശേഷിയുണ്ട്? നിങ്ങൾ രണ്ടാമത് മേടിക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞുതരാം സാർ. ഞാൻ പറഞ്ഞു തരാം. ഇന്ന് സാധാരണക്കാരന്റെ വീടിനകത്ത് ഇന്ത്യൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രകാരം ഒരു വീട്ടിനകത്ത് നിന്ന് ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ 311 രൂപയാണ് സാർ സ്ത്രീകൾക്ക് കൊടുത്തത്. മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഇത് 199 രൂപയായിരുന്നു സാർ. 311 രൂപയാണ് ഈ സാധാരണ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതികളെ ആളുകൾക്ക് ഇന്ന് ലഭിക്കുന്നത്. 100 തൊഴിൽ ദിനങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇനി അടുത്തൊരു കാര്യം, ഈ കേരളത്തിൽ മാത്രം 80 ലക്ഷം വനിതകൾക്കാണ് സാർ ബാങ്ക് അക്കൗണ്ട്, ജൻധൻ യോജന അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ. അങ്ങനെ ഒരു രൂപയുടെ സാനിറ്ററി പാഡ് എത്ര പേര് റീഫിൽ ചെയ്യുന്നുള്ള കണക്കുണ്ടോ? ഞാൻ അതാ ചോദിക്കുന്നത്. മഹാത്മാഗാന്ധി മൻരേഗ പദ്ധതി വഴി ആളുകൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. നോക്കൂ, ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ജനങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന ശരാശരി ശമ്പളവും കേരളത്തിലെ ശമ്പളവും ഞാൻ അടുത്ത് പറയാനിരിക്കുകയാണ്. നിങ്ങൾ ആളുകളുടെ ദിവസവേതനത്തെ കുറിച്ച് പറഞ്ഞാൽ എന്റെ കയ്യിൽ സർക്കാരിന്റെ ഡേറ്റ വേറെ ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേര് റീഫിൽ ചെയ്യുന്നുണ്ട്? എത്ര പേര് റീഫിൽ ചെയ്യുന്നുണ്ട്? രണ്ടാമത്തേത് കണക്കുണ്ടോ? ഇല്ല സാർ, പകുതിയോളം മനുഷ്യർക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്നില്ല സാർ. മുഴുവൻ ജനങ്ങൾക്കും 120 കോടി ജനങ്ങൾക്കും എല്ലാ ദിവസവും എല്ലാ മാസവും സൗജന്യമായിട്ട് റീഫില്ല് ചെയ്തു കൊടുക്കാനൊന്നും ഒരു സർക്കാരിനും പറ്റില്ല സാർ. നിങ്ങൾ എന്താ സാർ പദ്ധതിയിൽ 311 രൂപയുണ്ട് സാർ. ഞാൻ പറയാ, അല്ല നിങ്ങൾ ഈ LPG സിലിണ്ടറിന്റെ വില എവിടെ വെച്ചിരിക്കുന്നു? അതുകൊണ്ടാണ് റീഫിൽ ചെയ്യാൻ പറ്റാത്തത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഇതിന്റെ വില കൂട്ടിയിരിക്കുന്നു. രണ്ടാമത്, സാധാരണ മനുഷ്യരുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയാണ്. പിന്നെ മൻരേഗ പദ്ധതിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു. മൻരേഗ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരും ഈ സർക്കാരും അതിന് മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച് എത്ര, ലാഗ് ചെയ്യുന്ന എത്ര, ഇതൊക്കെ പറയണം. അല്ല, ഞാൻ പറയട്ടെ സാർ, നമ്മൾ ഫാക്റ്റുകൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിലക്കയറ്റം നിങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ പദ്ധതി വളരെ മോശമാണ് എന്ന് പറയുന്നതിൻ്റെ ഔചിത്യം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ പറയട്ടെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഈ രാജ്യത്തിലെ ഇപ്പം നോക്കൂ, വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട, അവാന്തര വിഭാഗത്തിൽപ്പെട്ട, OBC വിഭാഗത്തിൽപ്പെട്ട 18 കമ്മ്യൂണിറ്റിക്കാണ് 2 ലക്ഷം രൂപ വരെ അവർക്ക് യാതൊരു ഈടുമില്ലാതെ സർക്കാർ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, അതിലെ പ്രഥമ മുൻഗണന സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് എന്ന് പറയുന്ന വിപ്ലവം ഈ രാജ്യത്ത് സൃഷ്ടിച്ചതാരാ? നരേന്ദ്രമോദിയല്ലേ?